ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണി. കഥ പറയാൻ നേരമായി. കഥ കേൾക്കാൻ നിങ്ങൾ തയ്യാറാണെന്ന് വിശ്വസിക്കുന്നു. കടക്കാം നമുക്ക് ഈ എപ്പിസോഡിലെ കഥയിലേക്ക്. അതിനു മുമ്പ് രണ്ട് വാക്ക്. കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. കഥകൾ മാത്രമല്ല, അവസാനം കുറച്ച് വർത്തമാനമൊക്കെ ഉണ്ട്. ഈ പരിപാടിയിലൂടെ ഒട്ടനവധി കഥകൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. നാടോടി കഥകളും മുത്തച്ഛി കഥകളും ഇതിഹാസ കഥകളും പുരാണ കഥകളും ഐതിഹ്യങ്ങളുമെല്ലാം ഇതിലൂടെ നിങ്ങൾ ശ്രോതാക്കൾ കേട്ട് കാണും, കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ ഒരു ഐറിഷ് നാടോടി കഥയാണ്. ഐറിഷ് നാടോടി കഥകൾ എന്ന് പറഞ്ഞ ഒരു പുസ്തകത്തിൽ നിന്നെടുത്ത ഒരു ഐറിഷ് നാടോടി കഥ. വളരെ രസകരമായ കഥ. ഈ കഥ കേട്ട് കഴിയുമ്പോൾ മനസ്സിലാവും അതേതോ ഒരു കഥയുമായിട്ടൊക്കെ കുറച്ചൊരു സാമ്യമൊക്കെ ഉണ്ടെന്ന്. അത് നിങ്ങൾ കഥ കേട്ടിട്ട് പറയും. പണ്ട് ഐറിഷിലെ അമ്മൂമ്മമാർ പറയാറുണ്ടായിരുന്നു, പണ്ട് അവരെയൊക്കെ ചെറുപ്പകാലത്ത് ഈ പെണ്ണാടുകൾ അമ്മമാരായി ജന്മം എടുക്കാറുണ്ടായിരുന്നു എന്ന്. മാത്രമല്ല, അങ്ങനെ ആരുടെയെങ്കിലും അമ്മയായി പുനർജനിക്കുന്നത് കറുത്ത പെണ്ണാടാണെങ്കിൽ അത് മക്കൾക്ക് വളരെ ഭാഗ്യം നൽകുന്നതായിരിക്കുമെന്ന്. ആ കാലത്തൊക്കെ ഈ ഐറിഷ് ജനതയുടെ ഇടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു വിശ്വാസമാണ്. നമ്മുടെ ഇടയിലൊക്കെ ഒത്തിരി വിശ്വാസമില്ലേ, അതിനൊക്കെ ഒരു വിശ്വാസം. ആഷേ പെൽറ്റ് ആണ് ഈ കഥയിലെ നായിക. ഈ കഥയിലൂടെ അങ്ങനെ ഒരു വിശ്വാസമാണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. പെൽറ്റിൻ്റെ അച്ഛൻ അമ്മയുടെ മരണത്തിന് ശേഷം വീണ്ടും വിവാഹം കഴിച്ചു. പെൽറ്റിന് അത് വളരെയധികം സങ്കടവും ദുഃഖവും പകർന്നു. പലപ്പോഴും പെൽറ്റ് ഒറ്റയ്ക്കിരുന്ന് തൻ്റെ ദുർഗതി ഓർത്ത് കരയുമായിരുന്നു. ചിറ്റമ്മയ്ക്ക് അവളെ അശേഷം ഇഷ്ടമല്ലായിരുന്നു. അച്ഛനും യാതൊരുവിധ ആശ്വാസവും നൽകിയില്ല. എന്ന് മാത്രമല്ല, അച്ഛന് ചിറ്റമ്മയിൽ ജനിച്ച തൻ്റെ 2 സഹോദരിമാരും പെൽറ്റിനോട് വളരെ ക്രൂരമായി പെരുമാറുന്നത് പതിവായിരുന്നു. അങ്ങനെ ഏകാന്തത വേട്ടയാടുമ്പോൾ അവൾ വളരെ ദുഃഖിതയാവുകയും കരയുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരുള്ളൊരു ദിവസം ആ അത്ഭുതം സംഭവിച്ചു. അവൾ ദുഃഖിതയായി കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. മുമ്പിലുണ്ടായിരുന്ന കൃഷിഭൂമിയുടെ ഒരു കോണിൽ കിടന്നിരുന്ന പാറക്കല്ലിനടുത്ത് നിന്ന് ഒരു കറുത്ത പെണ്ണാട് അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു. പെണ്ണാട് പെൽറ്റിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, മോള് വിഷമിക്കണ്ട, മോളുടെ ആഗ്രഹം പോലെ എല്ലാം നടക്കും. പെൽറ്റ് ആ പെണ്ണാട് പറഞ്ഞതെല്ലാം ശ്രദ്ധിച്ചു കേട്ടു. മോള് ആ കല്ല് കിടക്കുന്ന ഇടത്ത് നോക്കിയാൽ അതിനടുത്തൊരു തുണ്ട് കമ്പി കാണും. അതെടുത്ത് ആ പാറക്കല്ലിൽ 3 പ്രാവശ്യം അടിക്കണം. അപ്പോൾ മോളുടെ മനസ്സിൽ എന്താഗ്രഹമാണോ ഉള്ളത് അത് സാധ്യമാകും. പെൽറ്റ് സാവധാനം നടന്ന് ആ കല്ലിനരികിൽ ചെന്ന് അവിടെ കിടക്കുന്ന കമ്പിത്തുണ്ടെടുത്ത് കല്ലിൽ 3 പ്രാവശ്യം അടിച്ചു. അങ്ങനെ അടിക്കുമ്പോൾ അവളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ എന്തൊക്കെയായിരുന്നു? തൻ്റെ സഹോദരിമാർ അവളെ എപ്പോഴും മൂശയിട്ട വർക്കത്തില്ലാത്തവൾ, മൂദേവി, വിരൂപി, ശകുനം കെട്ടവൾ എന്നെല്ലാം വിളിച്ച് കളിയാക്കാറുണ്ടായിരുന്നു. പക്ഷേ ചിലപ്പോഴെങ്കിലും കണ്ണാടിയിൽ മുഖം നോക്കാൻ സൗകര്യം കിട്ടിയപ്പോൾ അവൾക്ക് മനസ്സിലായ ഒരു സത്യം, അവർ പറയാറുള്ളത് പോലെ അത്ര വിരൂപിയായിരുന്നില്ല എന്നതാണ്. ശരിക്കും അവളൊരു സുന്ദരിയായിരുന്നു. അന്ന് അടുത്ത പള്ളിയിൽ ഒരു പ്രധാനപ്പെട്ട വിരുന്ന് സൽക്കാരം നടക്കുന്നുണ്ടായിരുന്നു. ആ ചെറിയ രാജ്യത്തെ രാജകുമാരൻ പങ്കെടുക്കുന്ന വിരുന്ന് സൽക്കാര സമയത്ത് രാജകുമാരൻ തനിക്ക് അനുയോജ്യമായ ഒരു വധുവിനെ തിരഞ്ഞെടുക്കുമെന്ന് അറിയിപ്പുമുണ്ടായിരുന്നു. അതുകൊണ്ട് രാജ്യത്തെ പ്രായപൂർത്തിയായ എല്ലാ യുവതികളെയും വിരുന്നിന് ക്ഷണിച്ചിരുന്നു. എങ്കിലും തനിക്ക് അതിന് അവസരം ലഭിച്ചില്ല. സഹോദരിമാർ അവളെ അടുക്കളയിൽ തള്ളിവിട്ടു. ഞങ്ങൾ തിരികെ വരുമ്പോൾ ഭക്ഷണം തയ്യാറായിരിക്കണം എന്ന് പറഞ്ഞ് യാത്രയായി. അതെല്ലാം ഓർത്ത് അവൾ തികച്ചും ദുഃഖിതയായി ഇരിക്കുമ്പോഴാണ് ആ പെണ്ണാട് അവളുടെ മുമ്പിൽ പ്രത്യക്ഷമായത്. ന്യായമായും അവളുടെ ആഗ്രഹങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് അന്നത്തെ വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കണം എന്നതായിരുന്നു. അതിന് യോജിച്ച വസ്ത്രങ്ങൾ വേണം, ചെരുപ്പുകൾ വേണം, അവിടെ സമയത്ത് എത്തിച്ചേരാൻ കഴിയണം, അങ്ങനെ പലതും. തികച്ചും അതിശയമെന്ന് പറയട്ടെ, അവൾ ആ കല്ലിൽ അടിച്ചതും അവളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് അവൾക്ക് പാകമാകുന്ന വിശേഷപ്പെട്ട വസ്ത്രങ്ങളും കാലിലണിയാൻ പട്ടുകൊണ്ട് തയ്യാറാക്കിയ ചെരുപ്പുകളും
യാത്ര ചെയ്യാൻ ഭംഗിയുള്ള കുതിരയും, അങ്ങനെ അവൾ ആഗ്രഹിച്ചതെല്ലാം. അവൾ ഉടൻ തന്നെ വസ്ത്രങ്ങളും ആഭരണങ്ങളും എല്ലാം ധരിച്ചു കുതിരപ്പുറത്ത് കയറി. അപ്പോൾ പെണ്ണാട് പറഞ്ഞു, ഒരു കാര്യം മാത്രം നീ ശ്രദ്ധിക്കണം, 12 മണിക്ക് മുമ്പ് നീ തിരികെ പോരണം, അല്ലെങ്കിൽ ആപത്തുണ്ടാകും. ശരി, അങ്ങനെ ആകട്ടെ. നിമിഷ നേരം കൊണ്ട് കുതിര അവളെ വിരുന്ന് നടക്കുന്ന പള്ളിയിലെത്തിച്ചു. അവിടെ കൂടിയിരുന്നവരെല്ലാം അവളെ ശ്രദ്ധിച്ചു. അവരുടെ മധ്യത്തിൽ അവളായിരുന്നു എല്ലാവരെയും ഒരുപോലെ ആകർഷിച്ച ഏറ്റവും സുന്ദരിയായ കന്യക. രാജകുമാരനും അവളെ വളരെയധികം ഇഷ്ടപ്പെട്ടു. പക്ഷേ സമയം ഏതാണ്ട് 12 അടുത്തെത്തിയപ്പോൾ അവൾ ധൃതിയിൽ കുതിരപ്പുറത്ത് ചാടിക്കയറി സ്ഥലം വിട്ടു. ആരോടും യാത്ര പറയാൻ പോലും അവൾ ശ്രദ്ധിച്ചില്ല. ആ പരിഭ്രമത്തിനിടയിൽ അവളുടെ ഒരു കാലിലെ ചെരുപ്പ് താഴെ വീണുപോയത് രാജകുമാരൻ ശ്രദ്ധിച്ചു. അദ്ദേഹം അത് കയ്യിലെടുത്തുകൊണ്ട് എല്ലാവരും കേൾക്കാനായി പറഞ്ഞു, ഈ ചെരുപ്പിൻ്റെ ഉടമസ്ഥ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളാണ്. അവളായിരിക്കും ഞാൻ വിവാഹം കഴിക്കുന്നത്. അതുകൊണ്ട് നാളെ മുതൽ ഈ പെൺകുട്ടിയെ തേടിപ്പിടിക്കുവാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞാൻ അഭ്യർത്ഥിക്കുന്നു. രാജകുമാരൻ അടുത്ത ദിവസം മുതൽ അന്വേഷണം ആരംഭിച്ചു. വീട് വീടായി കയറിയിറങ്ങി. ഓരോ വീട്ടിലുള്ള ചെറുപ്പക്കാരികളെ വിളിച്ച് ആ ചെരുപ്പ് അവരുടെ ആരുടെയെങ്കിലും ആണോ എന്ന് തിരക്കി. ആണെന്ന് അവകാശപ്പെട്ടവരോട് അത് കാലിൽ ധരിച്ച് കാണിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെയും ഉണ്ടായിരുന്നു ചിലർ. കള്ളം പറഞ്ഞു അത് അവരുടെയാണെന്ന് അവകാശപ്പെട്ടു. അതെല്ലാം പൊളിഞ്ഞുപോയി. അങ്ങനെ ഒരു ദിവസം രാജകുമാരൻ ആഷേ പെൽറ്റിൻ്റെ വീടും സന്ദർശിച്ചു. പെൽറ്റിൻ്റെ 2 സഹോദരിമാരും ചെരുപ്പ് കാലിൽ ഇടാൻ ശ്രമിച്ചുവെങ്കിലും കഴിഞ്ഞില്ല. രാജകുമാരൻ ചോദിച്ചു, ഈ വീട്ടിൽ മറ്റ് ചെരുപ്പുകാർ ആരെങ്കിലും ഉണ്ടോ? ഇല്ലില്ല. ഈ സമയം അവർ പെൽറ്റിനെ അവരുടെ ഗോശാലയിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. രാജകുമാരനും ഭൃത്യരും നിരാശരായി മടങ്ങുന്ന സമയത്ത് അടുത്തുള്ള വയലിൽ നിന്നുകൊണ്ട് ആ പെണ്ണാട് പറഞ്ഞു, രാജകുമാര, താങ്കൾ തേടുന്ന കനി ഇവിടുത്തെ ഗോശാലയിൽ ബന്ധനസ്ഥ ആണെന്നറിഞ്ഞാലും. അത് കേട്ട് രാജകുമാരൻ ഉടൻ തന്നെ അടുത്തുള്ള പശുത്തൊഴുത്തിലെത്തി. അവിടെ പെൽറ്റ് പശുക്കളെ ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അവളെ കണ്ട ഉടൻ തന്നെ അവളായിരുന്നു വിരുന്നിന് പങ്കെടുത്ത താൻ അന്വേഷിക്കുന്ന പെൺകുട്ടിയെന്ന് കുമാരന് മനസ്സിലായി. അവൾക്ക് കുമാരൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെരുപ്പ് കൃത്യമായി ചേരുകയും ചെയ്തു. രാജകുമാരൻ അവൾ സ്വന്തം കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും അധികം താമസിക്കാതെ വിവാഹം കഴിക്കുകയും ചെയ്തു. അവർ രണ്ടുപേരും വളരെ വളരെ കാലം സന്തോഷത്തോടെ ജീവിച്ചു. ഇത്രയുമാണ് കഥ. ഈ കഥ കേട്ടപ്പോൾ ശ്രോതാക്കൾക്ക്, കൊച്ചുകൂട്ടുകാർക്കുമൊക്കെ എവിടെയോ കേട്ട കഥയാണെന്ന് തോന്നിക്കാണും. സിൻഡ്രല്ലയുടെ കഥയാണത് അല്ലേ? നമ്മൾ സിൻഡ്രല്ലയുടെ കഥയിലും ഇത്തരത്തിൽ ഒരു സാദൃശ്യമുണ്ട് ഈ കഥയുമായിട്ട് അല്ലേ? നമ്മുടെ ലോകത്തെമ്പാടും പ്രചാരത്തിലുള്ള ഒരു കഥയാണ് ഈ സിൻഡ്രല്ല കഥ. അത് നാടോടി കഥയാണ്. പക്ഷേ ഓരോ സ്ഥലത്തും ഓരോ മാറ്റങ്ങൾ അല്ലേ, ഒരു വ്യത്യസ്തമായ രീതിയിലൊക്കെയാണ് അവതരിപ്പിക്കപ്പെട്ടത്. ഒരു പാഠഭേദങ്ങൾ. ഒരേ സ്ഥലത്ത് തന്നെ ഒന്നിൽ കൂടുതൽ രീതിയിൽ ഈ കഥ പറയുന്നുണ്ട്, പല പല രീതിയിൽ പറയുന്നുണ്ട്. ഇതിവൃത്തമൊക്കെ ഏകദേശം ഒരുപോലെ ആയിരിക്കാം. അതായത് കഥാതന്തു ഒന്ന് തന്നെ ആയിരിക്കാം, പക്ഷേ വ്യത്യസ്തമായ അല്ലേ ഒരു പശ്ചാത്തലം അല്ലെങ്കിൽ പറയുന്ന രീതിയിൽ വ്യത്യസ്തതകൾ, ചില മാറ്റങ്ങൾ. ഇതിനകത്തെല്ലാം എന്തായാലും പെൺകുട്ടി ക്രൂരത അനുഭവിക്കുകയാണ്, അവൾക്ക് ഭാഗ്യം തുണയാവുകയാണ് അല്ലേ? അപ്പോൾ അയർലൻഡിൽ തന്നെ ഇത്തരത്തിൽ പല കഥകളും ഈ ആഷ പെൽറ്റിനെ കുറിച്ചുള്ളത് ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കഥയാണ് ഇപ്പോൾ കേട്ടത്. നമ്മുടെ ക്ലാസിക്കുകൾ അല്ലെങ്കിൽ പുരാണങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. പല സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ പല ഭാഗത്തും പല രീതിയിലായിരിക്കും കഥ അവതരിപ്പിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ ലോകത്തിൻ്റെ പല ഭാഗത്തും ഇത്തരത്തിൽ സാദൃശ്യമായ പല കഥകളും കാണും. നമ്മുടെ പുരാണങ്ങളുടെ ഒരു കഥാതന്തു അല്ലെങ്കിൽ ഒരു ബീജമൊക്കെ ഉൾക്കൊണ്ടുള്ള പല കഥകളും കാണും. രാമായണം തന്നെ അല്ലേ ഇന്തോനേഷ്യയിലുണ്ട്, അങ്ങനെ പല രാജ്യങ്ങളിലുണ്ട്. അപ്പോൾ അതിനൊക്കെ വ്യത്യസ്തമായ രീതിയിലായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ബൈബിളിലെ പഴയ നിയമത്തിലെ പല കഥകളും അല്ലേ അതിൻ്റെ സാദൃശ്യമുള്ള പല കഥകളും പല അല്ലേ രാജ്യങ്ങളിലും അല്ലെങ്കിൽ ഗ്രീക്ക് ഇതിഹാസങ്ങളിലും ഒക്കെ സാദൃശ്യമായിട്ടൊക്കെ നമുക്ക് തോന്നാറുണ്ട്. അങ്ങനെയൊക്കെ ഇങ്ങനെയാണ് കഥകളുടെയൊക്കെ ഒരു രീതി, ഇങ്ങനെയാണ് വ്യത്യസ്തമായിരിക്കും. നമുക്ക് വായിച്ചു വരുമ്പോൾ അയ്യോ ഇത് മറ്റേ കഥയായിട്ട് സാദൃശ്യമില്ലേ എന്നൊക്കെ തോന്നും. പുരാണങ്ങളും ഗ്രീക്ക് പുരാണവും ഒക്കെ എടുത്ത് വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെ നമ്മുടെ പല പുരാണങ്ങളിലുള്ള കഥകളുമായിട്ടൊക്കെ സാദൃശ്യം തോന്നും. അതുകൊണ്ട് ഞാൻ അതാ പറഞ്ഞ ബൈബിളിൻ്റെ പഴയ നിയമത്തിലെ പല കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ, ചില കഥകളൊക്കെ വായിക്കുമ്പോൾ അതുമായിട്ട് സാദൃശ്യം തോന്നും. ഖുറാനിലെ കഥകൾ ബൈബിളിലെ കഥകളുമായിട്ടൊക്കെ ഒട്ടേറെ സാദൃശ്യമുള്ള ഒത്തിരി കഥകളുണ്ട്. അതേപോലെ തന്നെ കഥകൾ തന്നെയാണ്. അല്ലെങ്കിൽ ആ കഥാപാത്രങ്ങളോ അല്ലെങ്കിൽ ആ പേരുകളിലൊക്കെ അല്ലെങ്കിൽ ഒരു പേരുകളുടെ മാറ്റമൊക്കെ ചിലപ്പോൾ കാണുമായിരിക്കാം. എങ്കിൽ കൂടി ഒരേ ഇതിവൃത്തം,
അപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് കഥകളുടെ കാര്യം പറഞ്ഞാൽ അല്ലേ. നമ്മുടെ ഐതിഹ്യങ്ങളും നാടോടി കഥകളും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ 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 ചില സാദൃശ്യങ്ങൾ ഓരോ ഭാഗത്തും അല്ലെ, ലോകത്തിൻ്റെ ഓരോ ഭാഗത്തും നമുക്ക് തോന്നും. ചില കഥകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും. അത് സ്വാഭാവികമല്ല. അതൊക്കെ ചിലപ്പോൾ അവിടെ നിന്നൊക്കെ പ്രചാരത്തിൽ വന്ന് വാമൊഴിയായിട്ട് അല്ലേ പറഞ്ഞ് അതിൻ്റെ പല വകഭേദങ്ങളും ഉണ്ടായതായിരിക്കാം. നമ്മളിലെ രോഗങ്ങളുടെ കാര്യം പറയാം, കോവിഡിൻ്റെ പല വകഭേദം ഉണ്ടാകുന്നതൊക്കെ തന്നെ ഒരു കഥയിൽ നിന്നൊക്കെ ഉടലെടുത്തതായിരിക്കും. പിന്നെ അതിൻ്റെ വകഭേദങ്ങൾ ഉണ്ടായി അല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടായതായിരിക്കാം. വളരെ രസകരമാണ് അങ്ങനെയൊക്കെ നമ്മൾ സാദൃശ്യങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ. നമുക്ക് തന്നെ ഒരു വല്ലാത്തൊരു ഒരു ചെറിയ അനുഭൂതിയൊക്കെ തോന്നാറുണ്ട് അല്ലേ, സന്തോഷം തോന്നും. അയ്യോ ഇത് നമ്മൾ ഇങ്ങനെ ഒരു കഥയിലുള്ളതാണല്ലോ എന്നൊക്കെ. ഇത് പറഞ്ഞപ്പോഴാണല്ലോ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ചിന്തിച്ചപ്പോൾ ഒരു കാര്യം ഓർക്കുകയായിരുന്നു. ഈ പ്ലേറ്റോ ഈ കലകളെല്ലാം ഇത് ഒരു അല്ലെ പ്രകൃതിയിലെ ഒരു അനുകരണങ്ങളായിരുന്നു എന്ന് പറയാറുണ്ട് അല്ലേ. അത് അദ്ദേഹം സംഗീതത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. പ്ലേറ്റോ കരുതിയിരുന്നത് സംഗീതം എല്ലാ കലാരൂപങ്ങളും പോലെ പ്രകൃതിയുടെ ഒരു അനുകരണമാണെന്നാണ്. അപ്പോൾ എല്ലാ അനുകരണങ്ങളാണല്ലേ നമ്മൾ കാണുന്നത് അല്ലേ, പ്രകൃതിയിലെ അനുകരണങ്ങളാണെന്ന് ആണ് അല്ലേ പ്ലേറ്റോ ഒക്കെ പറയുന്നത്. നമ്മുടെ കലാരൂപങ്ങളൊക്കെ പലതും അനുകരണങ്ങളാണ്. അതുകൊണ്ട് അതത്ര വലിയ സുപ്രധാനമല്ല എന്നാണ് കലയെക്കുറിച്ചൊക്കെ വിശേഷിപ്പിക്കുന്നത്. പ്ലേറ്റോ പറഞ്ഞിരുന്നത് മനുഷ്യജീവിതമാണ് ഏറ്റവും പ്രധാനമെന്നാണ്. ജീവിതം പ്രാധാന്യം അർഹിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ പ്ലേറ്റോയുടെ റിപ്പബ്ലിക്കിൽ ഇതൊക്കെ പറയുന്നുണ്ട്. മനുഷ്യൻ്റെ കഥകൾ പറയുന്ന ആൾക്കാരെയാണ് അദ്ദേഹം വാഴ്ത്തിയിരുന്നത്. അപ്പോൾ അങ്ങനെ അല്ലേ, കഥയ്ക്കാണ് ഏറ്റവും പ്രാധാന്യമെന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത്. അപ്പോൾ അത്തരത്തിലാണ് അല്ലേ ഞാൻ ഈ കഥയുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഈ അല്ലേ പല വ്യത്യസ്ത രൂപങ്ങളിൽ ഒരു കഥ തന്നെ ലോകത്തിൻ്റെ പല കോണുകളിൽ നമ്മൾ വായിക്കപ്പെടുമ്പോൾ അല്ലേ അതിനെക്കുറിച്ചാണ് ഞാനിവിടെ പ്രതിപാദിച്ചത്. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മുടെ അല്ലേ രാജ്യത്തെ എടുത്തു കഴിഞ്ഞാൽ 8 ഭാഷാ കുടുംബങ്ങളിലായി 800ഓളം ഭാഷകളുണ്ട് നമ്മുടെ ഒരു രാജ്യത്ത് അല്ലേ. അത് തന്നെ ഒരു വ്യത്യസ്തമാണല്ലോ അല്ലേ. അപ്പോൾ ഈ ഭാഷകളിലെല്ലാം അനേകം കഥകളുണ്ട്. ചിലപ്പോൾ ഈ കഥകളൊക്കെ തമ്മിൽ സാദൃശ്യങ്ങളും കാണും. അതായത് 8 കുടുംബങ്ങളിലായി 800ഓളം ഭാഷകളുണ്ട് ഇന്ന് ഇന്ത്യയിൽ എന്നാണ് ഒരു പൊതുവായ കണക്ക്. അപ്പോൾ ഈ ഭാഷകളിലൊക്കെ കണക്കുകളൊന്ന് എടുത്തു നോക്കിയാലോ എത്ര അല്ലേ കഥകൾ കാണും. പലതുമൊക്കെ ഇങ്ങനെ സാദൃശ്യമുള്ളതൊക്കെ ആയിരിക്കും. പുരാണങ്ങളായാലും ഇതിഹാസങ്ങളായാലും ഈ പറഞ്ഞ കണക്ക് ഐതിഹ്യങ്ങളായാലും മുത്തച്ഛി കഥകളായാലും അല്ലേ നാടോടി കഥകളായാലും ഒക്കെ അതെല്ലാം ഒരു ചിലപ്പോൾ സാദൃശ്യം കാണും. ഇതേ കൂടാതെ 500ഓളം ആദിവാസി ഭാഷകളും ഇന്ത്യയുടെ ഭാഷാ ഭൂപടത്തിൽ ഇങ്ങനെ ചിതറിക്കിടക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഭാഷകളെക്കുറിച്ചൊക്കെ വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പറയാനുണ്ട് അതിനെക്കുറിച്ചൊക്കെ അല്ലേ. അപ്പോൾ നമ്മുടെ രാജ്യം ഇഷ്ടംപോലെ ഭാഷകൾ കൊണ്ട് തന്നെ സമ്പന്നമാണ്, വൈവിധ്യമാണ് അല്ലേ. അതാണ് അപ്പോൾ നമ്മളൊക്കെ ആ വൈവിധ്യത്തിലാണ് നമ്മളൊക്കെ ആകൃഷ്ടരാകുന്നത്. ലോകം തന്നെ ഇന്ത്യയിലോട്ട് ആകർഷിക്കപ്പെടുന്നത് ഈ വൈവിധ്യത്തിലാണ്. ലോകത്ത് ഒരിടത്തും സാധിക്കാത്ത കാര്യമാണ് ഈ വൈവിധ്യത്തിൽ ഒരുമിച്ച് ജീവിക്കുക എന്നൊക്കെ പറയുന്നത്. അതിവിടെ ഇന്ത്യയിൽ സാധ്യമായി. അപ്പോൾ അത്തരത്തിൽ ഒത്തിരി കഥകളും കാണും ഈ വൈവിധ്യത്തിൽ അല്ലേ, സാദൃശ്യമുള്ള ഒട്ടേറെ കഥകളും കാണും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കഥാസാഗരം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു കഥയും കുറച്ച് വർത്തമാനമൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. തൽക്കാലം വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോണി.